അങ്ങ് ഈ ദിവ്യമായി പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യം അതിനോർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരോട് ശക്തിയുള്ള അപേക്ഷ ഈ ലോകത്തുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ കൃപയണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാ നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാ നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നൊരൻ ജീവിതം അന്ധകാരത്തിൽ നികന്നു പോയി. ബന്ധങ്ങളെല്ലാം തകർന്നൊരൻ ജീവിതം അന്ധകാരത്തിൽ ഇകന്നു പോയി. മോചനം നൽകുവാനാരുണ്ട് ഭൂവിതിൽ, കേഴുന്നു നാഥാ രക്ഷയേകണേ. മോചനം നൽകുവാനാരുണ്ട് ഭൂവിതിൽ, കേഴുന്നു നാഥാ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കാത്തിന്മയേറെ ചെയ്തു പോയി. ദേഹവും ദേഹിയും ഇരുളിലമർന്നിത, കേഴുന്നു നാഥാ രക്ഷയേകണേ. ദേഹവും ദേഹിയും ഇരുളിലമർന്നിത,
കേഴുന്നു നാഥാ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 59-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകെ പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ കർത്താവിന്റെ വചനം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്തതിന് കാരണം ഞങ്ങളുടെ പാപാവസ്ഥയാണെന്ന് മനസ്സിലാക്കി പാപത്തിന്റെ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ മുമ്പിൽ സ്വീകാര്യമായി മാറി അനുദിനം ജീവിക്കാനും ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കാനും ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീമിനെ പൂർണ്ണമായി കരങ്ങളിൽ തരുന്നു. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലാസിന്റെ മൂല്യം മനസ്സിലാക്കാൻ ആവശ്യമായ കൃപ ചൊരിയണമേ. ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരെയും ഇന്റർനെറ്റ് സംവിധാനങ്ങളെയും സൂം സ്പോൺസർ ചെയ്ത കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചന പഠന ക്ലാസ്സിലൂടെ വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാൻ ഞങ്ങളുടെ മനസ്സിനെയും കാതുകളെയും നവീകരിക്കണമേ. എല്ലാ അന്ധകാര ശക്തികളെയും ദൂരെ അകറ്റണമേ. ഈ ബാച്ചിലെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മിസ്സിയോ പ്രിലിമിനറി ഓൺലൈൻ കോഴ്സ് 20th ബാച്ചിന്റെ 3rd സെഷൻ ദൈവകൃപയാൽ അനുഗ്രഹപ്രദമാകുന്നതിനായി ജപമാലയിലൂടെയും മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശ്രീ തോമസ് വൈമേലിൽ ആൻഡ് ഫാമിലിക്കും ആത്മീയ ഉണർവേകുന്ന നല്ലൊരു ഭക്തിഗാനം നമുക്കായി കാഴ്ചവെച്ച ശ്രീമതി ബീന ലെസ്ലിക്കും വചന വായനയിലൂടെയും വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയിലൂടെയും നമുക്ക് ഈ സെഷനായി ഒരുക്കി പ്രാർത്ഥിച്ച ശ്രീമതി റോസ്മേരിക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹപിതാവായ ഒരു ദൈവത്തെയും പാപം ചെയ്ത് ആ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യവർഗത്തെയും സുവിശേഷത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. 7 നിത്യസത്യങ്ങൾ അടങ്ങുന്ന മിസ്സിയോ ഓൺലൈൻ കോഴ്സിന്റെ 3rd സെഷനിൽ 2ാം നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. അവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത അനുസരണക്കേടിന്റെ ഫലമായി ആദ്യ മാതാപിതാക്കളിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വന്ന പാപാവസ്ഥയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഈ സെഷനിലൂടെ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മിസ്സിയോടെ രക്ഷാധികാരി ആദരണീയനായ അഭിമന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമ്മോട് കാണിക്കുന്ന സ്നേഹത്തെ, നന്ദിയെ, കരുതലിനെ
നന്ദിയോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഈ സെഷനിലേക്ക് ബഹുമാന ആദരവുകളോടെ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ സെഷനിൽ സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്ന റവൻ ഫാദർ തോമസ് മേൽവട്ടത്തെ ബഹുമാന ആദരവുകളോടെ ഈ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വൈൻഡ് അപ്പ് സെഷൻ നമുക്കായി നടത്തുന്ന ഡോക്ടർ JJ അഗസ്റ്റിൻ അവറുകളെയും മിസിയോ ഫൗണ്ടർ പ്രൊഫസർ CC ആലിസ് കുട്ടി അവറുകളെയും മെന്റേഴ്സ്, റിസോഴ്സ് ടീം, കോർഡിനേറ്റേഴ്സ്, ഇന്നത്തെ ഈ സെഷനിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോരുത്തരെയും ഈ സൂം പ്ലാറ്റ്ഫോമിൽ സെഷൻ 3യുടെ വിജയത്തിനായി സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും മിസിയോ ഓൺലൈൻ 3rd സെഷനിലേക്ക് പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രൊക്ലമേഷൻ നടത്തുന്നതിനായി നമ്മോടൊപ്പം ആയിരിക്കുന്നു ശ്രീ ജോൺ തോമസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ നമ്മൾ ദൈവ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. ദൈവത്തിന്റെ അപരിമേയ സ്നേഹം നാം അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ദൈവസ്നേഹം അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും നമുക്ക് തടസ്സം നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്, നമ്മുടെയും ലോകം മുഴുവന്റെയും. ദൈവസ്നേഹം അനുഭവിച്ച് ദൈവ കുടുംബമായിട്ട് കഴിയണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയോടുള്ള നിഷേധമാണ് പാപാവസ്ഥ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1:26, ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സകല ജീവികളുടെയും മേല് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും അവരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. സ്നേഹമുള്ളവരെ, ഈ ലോകം മുഴുവനും അതിലെ എല്ലാ വസ്തുക്കളെയും അതിന്റെ അധിപതിയായിട്ട് ദൈവത്തിന്റെ സ്നേഹസ്ഥാനത്ത് നിർത്തിയാണ് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് പറുദീസയിൽ ആക്കിയത്, അവർക്ക് എല്ലാം കൊടുത്തത്. ജ്ഞാനത്തിന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം 2-3 വചനങ്ങൾ. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേലെ ആധിപത്യം നൽകാനും ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരിമാർദ്ധതയോടെ വിധികൾ പ്രസ്താവിക്കാനാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം, ഈ ദൈവസ്നേഹത്തിന്റെ പാരമ്യത്തില് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോടൊപ്പം ഒരു കുടുംബമായിട്ട് അവൻ ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, വെയിൽ ആറിയപ്പോൾ ദൈവം തന്റെ സൃഷ്ടിയെ ആദ്യ മാതാപിതാക്കളുമായിട്ട് ഉലാത്തുന്നതായിട്ട്. സൃഷ്ടിയുടെ മകടമായ മനുഷ്യന് എല്ലാറ്റിന്റെയും മേൽ അധികാരം ആധിപത്യവും നൽകി. അവനിട്ട പേരാണ് ഓരോ സൃഷ്ടിക്കും നാമമായി ഭവിച്ചത്. ഉൽപ്പത്തി 3:1 ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ പതനം എന്നാണ് അവിടെ തലക്കിട്ട് നൽകിയിരിക്കുന്നത്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ആ സർപ്പം സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഏതെങ്കിലും മരത്തിന്റെ പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞു, എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാല് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയോ തൊടുകയോ പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൗശലക്കാരനായ സർപ്പം പിശാച് സംശയത്തിന്റെ വിത്ത് വായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് ദൈവത്തിന് അറിയാം. ഈ സംശയത്തിന്റെ വിത്ത് സ്ത്രീയില് വളർന്നിട്ട് ആ നന്മ തിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്ന, അത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതായിരുന്നു. അത് ഏറ്റവും മനോഹരമായ പഴമായിട്ട് സ്ത്രീക്ക് തോന്നുകയും സ്ത്രീ അത് പറിച്ച് തിന്നുകയും ചെയ്തു. അവളുടെ ഭർത്താവിനും അത് കൊടുത്തു, അവനും അത് തിന്നുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം
ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച നമ്മുടെ എല്ലാം ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വായും തെറ്റ് ചെയ്തുകൊണ്ട് അവരെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അതുപോലും ദൈവസ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി മാത്രം. കാരണം നന്മ തിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം തിന്ന പാപത്തിലായ മനുഷ്യൻ തുടർന്ന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ മരണമില്ലാത്തവനായി നിത്യമായി പാപിയായി കഴിയേണ്ടി വരും. നമുക്ക് ഒരു സംശയം തോന്നാം, ആദ്യ മാതാപിതാക്കൾ ചെയ്ത ഒരു തെറ്റ് എന്നെ എങ്ങനെയാണ് ബാധിക്കുക? വൈ ഡു ഐ ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് ആഡംസ് സിൻ വെൻ ഐ ഡിഡ്ന്റ് ഈറ്റ് ദ ഫ്രൂട്ട്? ആദ്യത്തിന്റെ പാപം മൂലം ഉണ്ടായ ഭവിഷ്യത്തുകൾ ഞാൻ എന്തിനു അനുഭവിക്കണം? ഞാൻ പാപം ചെയ്തില്ലല്ലോ, ഞാൻ പഴം തിന്നില്ലല്ലോ. ആദ്യത്തിൽ നാം ഒന്നാണ്. ആദ്യത്തിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പനിൽ ഞാൻ ഉണ്ടായിരുന്നു. സമയത്തിന്റെ തികവിൽ വല്യപ്പനിൽ നിന്ന് അപ്പനുണ്ടായി, അപ്പനിൽ നിന്ന് ഞാനുണ്ടായി എന്ന് മാത്രം. സമയത്തിന്റെ കടന്നുപോകലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ആദിപിതാവായ ആദം തലമുറകളായി നമ്മിൽ നിൽക്കുന്നു, തലമുറകളിലൂടെ. ആദ്യത്തിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നതിനാല് ആദ്യത്തിൽ നാം എല്ലാവരും പാപം ചെയ്തു. ഇൻ ആഡം വി ഓൾ സിൻഡ്. പിന്നീട് പാപത്തിന്റെ വീഴ്ച സംഭവിച്ച മനുഷ്യന്റെ പിൻതലമുറക്കാരായി നാം എല്ലാം കടന്നു വന്നു. ആദ്യത്തിന്റെ പാപം നമ്മെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇങ്ങനൊരു സംഭവത്തെ ഉദാഹരണമായി എടുക്കാം. എന്റെ ഒരു തീരുമാനപ്രകാരം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വലിയ ആവശ്യങ്ങൾക്ക് ഉത്തമ ബോധ്യത്തോടെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാന് എന്റെ വസ്തുവകൾ ഈട് നൽകി ഞാൻ ജാമ്യം തന്നു. ചില പ്രത്യേക സാഹചര്യത്തില് എന്റെ സ്നേഹിതന് തിരിച്ചടവ് കൃത്യമായി പാലിക്കാതിരുന്നതിനാല് ബാങ്കിന് ഞാൻ നൽകിയ ഈടുള്ള വസ്തുവകള് ഭവനമടക്കം ജപ്തി ചെയ്യുവാൻ തീരുമാനിച്ചു. ഈ ജപ്തി നടപ്പായാല് എന്നെ മാത്രമല്ലല്ലോ ബാധിക്കുക, എന്റെ കൂടെ വസിക്കുന്ന ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും ഇവരെല്ലാം ബാധിക്കില്ലേ? ഞാൻ അപ്പൻ, കുടുംബനാഥൻ എന്ന നിലയില് തീരുമാനങ്ങൾ എടുത്തു, പ്രാവർത്തികമാക്കി. ഇതെല്ലാം ചെയ്തത് ഞാൻ മാത്രമാണ്. പക്ഷേ മക്കൾക്കും കൊച്ചുമക്കൾക്കും പിന്നെ അവരിലൂടെ കടന്നു വരുന്ന തലമുറകൾക്കും ഞാൻ വരുത്തിവെച്ച നഷ്ടം, തകർച്ച ബാധിക്കില്ലേ? സുപ്രസിദ്ധ ആംഗലേയ കവിയായ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്, പറുദീസ നഷ്ടം എന്ന മഹാകാവ്യത്തില് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മാനവകുലത്തിനുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ച്, തകർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദൈവിക ജീവൻ നഷ്ടമായി, വേദനകൾ, തകർച്ചകൾ, മരണം കടന്നു വന്നു. കൃപയിൽ നിന്നുള്ള വലിയ വീഴ്ചയും സംഭവിച്ചു. പാപാവസ്ഥ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തില് വിള്ളൽ ഉണ്ടാക്കുന്നു. ദൈവം തോട്ടത്തിൽ വിലാത്തുന്ന ശബ്ദം കേൾക്കുമ്പോൾ പുരുഷനും സ്ത്രീയും മരങ്ങൾക്കിടയിൽ ഒളിക്കുന്നു. ദൈവത്തിന്റെ സൗഹൃദ വലയത്തിലായിരുന്ന മനുഷ്യന് ഓടി ഒളിക്കുന്നത് ബന്ധ തകർച്ച മൂലം. അതേപോലെ തന്നെ തന്നോടുള്ള ബന്ധം തകരുന്നു. നാണവും ലജ്ജയും അപർഷാബോധവും താൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നുള്ള തോന്നലും ഉണ്ടാകുന്നു. താൻ നഗ്നനാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ, ലജ്ജ തോന്നി അത്തിയിലകൾ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്ന മനുഷ്യൻ തന്നോട് തന്നെയുള്ള ബന്ധത്തിന്റെ നേർക്കാഴ്ചയായി നിൽക്കുന്നു. ഇനി പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകരുന്നു. ഉൽപ്പത്തി 3-ാം അധ്യായം 17-18 വാക്യങ്ങള്. ആദത്തോട് ദൈവം പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കിട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളുകളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. ഇങ്ങനെ സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഈ പാവാവസ്ഥ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകി വരുന്നതിന് തടസ്സമായി മാറുന്നു. ഈ പാവാവസ്ഥയിലായിരിക്കുമ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ ഓരോ കുഞ്ഞും ഉരുവാകുന്നത്. ഇതിനാലാണ് സങ്കീർത്തനം ഉലപിക്കുന്നത്. സങ്കീർത്തനം 51:5 പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് പാപിയായതല്ല, പാപിയായിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ അവൻ പാപിയാണ്. പാപ സ്വഭാവം ഉള്ളതിനാൽ പാപം ചെയ്യുന്നു.
2 പത്രോസ് 2:19 ഇങ്ങനെ പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയായി അവൻ മാറുന്നു. ഇവിടെ സാധാരണ വാക്കിനാൽ മനുഷ്യൻ തോൽപ്പിക്കപ്പെട്ട് അങ്ങനെ അവൻ സാധാരണ അടിമയായി മാറുന്നു. വീണ്ടും റോമ 6:16 നിങ്ങൾ അനുസരണയുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അതെ, സാധാരണ അനുസരിച്ച മനുഷ്യന്റെയും ഈ ലോകം മുഴുവന്റെയും മേൽ സാധാരണ അധികാരം ലഭിക്കുകയും മനുഷ്യകുലം മുഴുവൻ എന്നേക്കുമായി സാധാരണ അടിമയായിരിക്കുകയും ചെയ്യും. കൂടാതെ സർവ്വരിലും മരണം വ്യാപിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ആദ്യ മാതാപിതാക്കളെ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പാപം ചെയ്ത് അകന്നുപോയ ആദ്യ മാതാപിതാക്കളുടെ മക്കൾക്ക് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും നഷ്ടമായി. അവർക്ക് ഈ ലോകത്തിലെ മക്കളുടെ ഛായയും സാദൃശ്യവുമാണ് ലഭിച്ചത്. ഉൽപ്പത്തി 5-ാം അധ്യായം 3-ാം വാക്യം, ആദത്തിന് 130 വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യവും ഛായയിലും ഒരു പുത്രൻ ജനിച്ചു. ആദം അവന് സേത്ത് എന്ന് പേരിട്ടു. ആദം ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും ജന്മം എടുത്തെങ്കിൽ ആദത്തിന്റെ മകൻ പാപിയായ മനുഷ്യന്റെ ഛായയിലാണ് പിറന്നത്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ ഉൾപ്പെടെ പാപാവസ്ഥയിലാണ്. ദാവീദ് രാജാവ് പാപാവസ്ഥയിലായിരുന്നു. അവസരം കിട്ടിയപ്പോൾ പാപത്തിൽ വീണു. ദൈവത്താൽ ജനനം മുതൽ പരിപാലിക്കപ്പെട്ട സാംസൺ എത്രയോ വലിയ ശക്തിക്ക് ഉടമയായിരുന്നവൻ ഒരു സ്ത്രീയുടെ നിരന്തര പ്രലോഭനത്തിൽ വശംവദനായി പാപത്തിന് അടിപ്പെട്ടു. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്ന സൗളില് പാപസ്വാധീനം വെളിപ്പെട്ടത് അസഹിഷ്ണുതയും അസൂയയുമായിട്ടായിരുന്നു. യോഹന്നാൻ 5:19 യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ സ്വാധീന വലയത്തിലാകിയാൽ എപ്പോൾ വേണമെങ്കിലും ഈ സ്വാധീനം നമ്മെ കീഴടക്കാമെന്ന കാര്യം ശില വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ അപകടം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കണം. പാപത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചാലും പാവാവസ്ഥയിൽ കഴിയുന്ന മനുഷ്യന് പാപം ചെയ്യാനുള്ള പ്രേരണ വളരെ കൂടുതലാണ്. വ്യക്തിപരമായി നാം എത്രയോ തവണ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു. ഇനി അത് ചെയ്യില്ല, ഇന്ന് തുടങ്ങി ഒരു പുതിയ ജീവിതം നയിക്കും, ഇനി നന്നായി ജീവിക്കും എന്നൊക്കെ. എന്നാൽ എത്രയോ പെട്ടെന്നാണ് പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിൽ നമ്മൾ ആകുന്നത്. ചെയ്യുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ചെയ്യില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. റോമാക്കാർക്കുള്ള ലേഖനത്തില് 7:19 പൗലോസ്ലിഹ ഈ അനുഭവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിലുള്ള പാപമാണ്. ഈ ദുരവസ്ഥയിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും? പാവാവസ്ഥ തിരിച്ചറിഞ്ഞ പൗലോസ്ലിഹ ഇങ്ങനെ വിലപിക്കുന്നുണ്ടല്ലോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ലോകം മുഴുവന്റെയും നമ്മുടെ ഭാവാവസ്ഥയെക്കുറിച്ചും അതിൽ നിന്നുളവാകുന്ന സഹായാവസ്ഥയെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മാതാപിതാക്കളിൽ നിന്നും പാപം എങ്ങനെ മനുഷ്യവർഗത്തിലേക്ക് കടന്നുവെന്ന് ലളിതമായ ഭാഷയിൽ പ്രൊക്ലമേഷനോടെ നമുക്ക് മനസ്സിലാക്കി തന്ന ശ്രീ ജോൺ തോമസിന് ഏറെ നന്ദി. ടെസ്റ്റ് മണി നടത്തുന്നതിനായി സെൽഡ ജോർജിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സെൽഡ ജോർജ്, മൂവാറ്റുപുഴയിൽ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് ബിജു മൈക്കിൾ. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തയാൾ അന്ന, പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു. മകൻ അനുഷ് മൈക്കിൾ നഴ്സിംഗിന് പഠിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിലേക്ക് എന്നെ വിവാഹം ചെയ്തയച്ചു. കുറെ വർഷങ്ങളോളം ഞങ്ങൾ നല്ല സുഖമായി സ്മൂത്തായിട്ട് ജീവിച്ചു പോന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ കടന്നു വരാൻ തുടങ്ങി. ഞാൻ ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, ധ്യാനങ്ങൾ കൂടി മാതാപിതാക്കൾ പകർന്നു തന്ന ദൈവവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ജീവിതം. പക്ഷേ തകർച്ചകളുടെ ഒരു ഘോഷയാത്ര തന്നെയായപ്പോൾ പതുക്കെ എന്റെ വിശ്വാസം നഷ്ടപ്പെടുകയും ഞാൻ ദൈവാശ്രയ ബോധം ഉപേക്ഷിക്കുകയും ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുകയും ചെയ്തു. പ്രാർത്ഥന ഇല്ലാതായി, കുടുംബ പ്രാർത്ഥന ഇല്ലാതായി, പേഴ്സണൽ പ്രേയേഴ്സ് ഇല്ലാതായി. ഞാൻ പള്ളിയിൽ പോകും, അത്യാവശ്യം വചനങ്ങൾ വായിക്കും. അങ്ങനെ ഒരു സന്തോഷമായ അവസ്ഥയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം അകന്ന് ഞാൻ പാപാവസ്ഥയിലായപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിലും എനിക്ക് വിള്ളലുകൾ വരാൻ തുടങ്ങി. സുഹൃത്തുക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും ഉള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നു. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ രോഗങ്ങൾ എന്റെ ജീവിതത്തിലേക്ക്, അലർജി, ശ്വാസം മുട്ടൽ, ഇവയെല്ലാം എന്റെ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ ഞാൻ അങ്ങനെ എന്റെ ജീവിതം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ട എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഒരു 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 ഡിപ്രഷന്റെ, ഒരു നിരാശയുടെ അവസ്ഥയിൽ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ 2023 എന്റെ മകൾ എന്നെ നിർബന്ധിച്ച് തൊടുപുഴയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി കൗൺസിലിംഗ് നടത്താൻ ഉണ്ട്. അവിടെ എന്നെ കൊണ്ടുപോയി. എന്റെ വികാരിയച്ഛൻ എന്നെ അവിടെ കൗൺസിലിംഗിൽ പോകാൻ എന്നോട് നിർബന്ധിച്ചിട്ടുണ്ട്. എന്റെ സിസ്റ്റർ ലൊബിനും അവിടെ പോകാനായിട്ട് എന്നെ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ പോകില്ലായിരുന്നു. എനിക്കിനി ധ്യാനവും കൗൺസിലിംഗും ഒന്നും കൊണ്ട് എനിക്കിനി രക്ഷയൊന്നും ഇല്ല എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. പക്ഷെ എന്റെ മകൾ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ പോവുകയും അവിടെ വെച്ച് അൽഫോൺസ് സിസ്റ്റർ ഈശോയുടെ സഹായത്തോടെ എനിക്ക് ഞാൻ വരുത്തേണ്ട തിരുത്തലുകൾ, എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ട തിരുത്തലുകൾ, ഞാൻ എന്റെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെ, എന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ ആയിരിക്കണം, എനിക്കുള്ള കുറവുകൾ എന്തെല്ലാമാണ്, ഇതെല്ലാം എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നു. പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശങ്ങളും എനിക്ക് ലഭിച്ചു. ഇതെല്ലാം ഞാൻ ഒരു ഡയറിയിൽ എഴുതിയെടുത്ത് കണ്ണീരോടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവർ എന്നെ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് എന്നെ ഒരുക്കി. ഞാൻ തിരിച്ചു വന്ന നല്ലൊരു മനസ്തപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി. വിശുദ്ധ കുമ്പസാരം ഞാൻ നടത്തിയതിന്റെ 14-ാം ദിവസം എന്റെ മകൾക്ക് ഓസ്ട്രേലിയൻ വിസ ലഭിച്ച് അവൾ ഓസ്ട്രേലിയയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ ജീവിതം ക്രമപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. പതുക്കെ എന്റെ നിരാശയിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2024 എനിക്കൊരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറിയും എന്റെ സ്കൂട്ടറും തമ്മിലിടിച്ചു. മരണകരമായ ഒരു അപകടമായിരുന്നെങ്കിലും എന്റെ കാലിന് മാത്രമേ പരിക്കേറ്റുള്ളൂ. അങ്ങനെ ഞാൻ റെസ്റ്റിലായി. അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഈ അൽഫോൺസ സിസ്റ്ററിലൂടെ ഈശോ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഡിവൈനിൽ പോയി ധ്യാനം കൂട്ടണമെന്ന്. ആ അവസ്ഥയിൽ തന്നെ അങ്ങനെ എന്നെ എന്റെ വീട്ടുകാർ ഡിവൈനിൽ കൊണ്ടാക്കുകയും എന്റെ സിസ്റ്ററിലോ എന്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അവിടെ ഡിവൈനിൽ കൗൺസിലിംഗിൽ എന്റെ അടുത്ത് പറഞ്ഞു, എന്നെ കൗൺസിലിംഗ് നടത്തിയ സഹോദരി എന്റെ അടുത്ത് പറഞ്ഞു, ദൈവം എന്നെ 3 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്ന്. 3-ാമത്തെ പ്രാവശ്യം എനിക്കറിയാം എന്റെ സ്കൂട്ടർ ആക്സിഡന്റ്. 2-ാമത്തെ പ്രാവശ്യം എനിക്കറിയാം എനിക്ക് കോവിഡ് വന്ന് ഞാൻ മരണത്തോളം എത്തി. ഞാൻ ഈശോയെ കണ്ടു. പക്ഷെ അന്ന് ഞാനൊരു മന്ദോഷണ അവസ്ഥയിലായത് കാരണം അത് എനിക്ക് ഈശോയുടെ ദർശനമായിരുന്നെന്നും മനസ്സിലാക്കാനുള്ള അവസ്ഥ, മാനസികാവസ്ഥ അല്ലെങ്കിൽ എന്റെ ആത്മാവിന്റെ അവസ്ഥ അന്ന് അങ്ങനെയായിരുന്നു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ 1-ാമത്തെ തവണ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ലേബർ റൂം കാണുന്നു, അവിടെ മാതാവുണ്ട്, ഒരു ആൺകുഞ്ഞിനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ 2-ാമത്തെ ഡെലിവറി, എന്റെ മകന്റെ ഡെലിവറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കുഞ്ഞിനേക്ക് കോട് ചുറ്റി കിടക്കുകയായിരുന്നു. കുഞ്ഞിന് അനക്കമില്ലാതായി ലാസ്റ്റ് നിമിഷങ്ങളിൽ. അത് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞെങ്കിലും അവർ അത്ര വകവെച്ചില്ല. എന്നെ നോർമൽ ഡെലിവറിക്കായിട്ട് വിട്ടു. പക്ഷെ ഡെലിവറി നോർമലായിട്ട് നടന്നില്ല. ഞാൻ പെയിൻ എടുത്തു, കൊച്ചു വന്നില്ല. അങ്ങനെ വളരെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവർ ഡിസിഷൻ മാറ്റി സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു. മാതാവാണ്, ഈശോ ആണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്ക് ആ നിമിഷമാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഡിവൈനിൽ തിരിച്ചു വന്ന് റിക്കവറായി സാധാരണ ഈശോയിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നു. ഞാൻ പല പ്രാവശ്യം
ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഈശോ എന്നെ 1, 2, 3 പ്രാവശ്യം എന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അത് എന്നെ പോലുള്ള ഒരു വ്യക്തി, യാതൊരു പ്രത്യേകതയില്ലാത്ത ഒരു സാധാരണ വ്യക്തി, അതും ഞാൻ ഒരു പാപിയായിരുന്നു, യാതൊരുവിധ വിശുദ്ധിയില്ലായിരുന്നു, പ്രാർത്ഥനയില്ലായിരുന്നു. എന്നിട്ടും ഈശോ എന്തുകൊണ്ട് എന്നെ മരണത്തിൽ നിന്ന് എന്നെ പല പ്രാവശ്യം രക്ഷിച്ചു എന്ന് ഞാനിങ്ങനെ എന്റെ ചിന്തകളിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉത്തരമൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരി ഗീത ജേക്കോ 36 വർഷങ്ങൾക്ക് ശേഷം എന്റെ നമ്പർ എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് മേടിച്ച് എന്നെ വിളിക്കുന്നത്. പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയ്ക്ക് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ മിസ്സിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. മിസ്സിയോ എന്നല്ല, ഒരു ബൈബിൾ കോഴ്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങനെ പ്രാർത്ഥനയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നല്ലോ എനിക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു നിത്യസത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്, നീ അതിൽ ചേരണം എന്ന് പറഞ്ഞു. ഞാൻ ഈശോയായിട്ട് അടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയം ഞാൻ ഉടനെ തന്നെ ചേർന്നു. അങ്ങനെ മിസ്സിയോയുടെ 13ാമത്തെ ബാച്ചിൽ ഞാൻ ചേർന്നു. നിത്യസത്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ചപ്പോഴാണ് ദൈവസ്നേഹം, പാപാവസ്ഥ ധ്യാനിച്ചപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ആ സത്യം മനസ്സിലായത്. എന്റെ പാപാവസ്ഥയിൽ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ ആത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് അറിയാം, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകും. അങ്ങനെ എൻ്റെ ആത്മാവ് പോകാതിരിക്കാനാണ് അവൻ എന്നെ 3 പ്രാവശ്യവും എന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, നമ്മൾ പാപാവസ്ഥയിലാണ്, രോഗാവസ്ഥയിലാണെങ്കിലും, ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹം, നമ്മുടെ സൃഷ്ടാവിന്റെ അചഞ്ചലമായ സ്നേഹം, കരുതൽ, അനന്തമായ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല. അത് അനന്തമാണ്. അത് നമുക്ക് നമ്മളുടെ സൃഷ്ടാവിനറിയാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും. നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ എൻ്റെ 1ാമത്തെ കൗൺസിലിങ്ങിലും ഡിവൈനിൽ വെച്ചുള്ള കൗൺസിലിങ്ങിലും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ജോലിക്കൊപ്പം ശുശ്രൂഷയും ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ഈശോയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇപ്പോൾ മിസ്സിയോയില് മെൻറ്ററായി ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഈ ദൈവ സ്നേഹാനുഭവം ഉണ്ടാകാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ച ശ്രീമതി സെൽഡ ജോർജിന് നന്ദി. സ്ലൈഡ് പ്രസന്റേഷൻ നമുക്കായി നടത്തുന്നതിനായി ശ്രീമതി നാൻസി ബോബൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. ആ ദിവ്യ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയുവാൻ കഴിയാത്തതിന്റെ കാരണം തേടുകയാണ് നമ്മൾ ഈ ആഴ്ചയിൽ. നമുക്ക് സ്ക്രീനിൽ കാണാം, അരോഗദൃഢഗാത്രനായ ഒരു മനുഷ്യൻ. പക്ഷെ അയാൾക്ക് സ്വന്തമായി ഒന്ന് നടക്കുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ സാധിക്കുന്നില്ല. അദ്ദേഹം ആരുടെയും മുഖത്ത് നോക്കാനാവാതെ നിരാശയുടെ പടുകുഴിയിൽ നിസ്സഹായനായി കുമ്പിട്ടിരിക്കുകയാണ്. കാരണം അയാൾ തന്റെ പാപങ്ങളാകുന്ന ചങ്ങലകളാൽ ബന്ധിതനാണ്. സ്വയം രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. സന്തോഷവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. തോബിത്ത് 12:10 പറയുന്നു, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. എന്താണ് പാപാവസ്ഥ? ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയുവാനും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും തടസ്സമായി നിൽക്കുന്ന അവസ്ഥയാണ് പാപാവസ്ഥ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവിടത്തേക്ക് മനുഷ്യനെ കുറിച്ച് വളരെ ഉന്നതമായ മഹത്തരമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദൈവിക പദ്ധതി? ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഭൂമിയിൽ കൊണ്ടുവരിക. അതായിരുന്നു ആ മഹത്തായ ദൈവിക പദ്ധതി. അതിൽ ദൈവം മനുഷ്യനെയും പങ്കാളിയാക്കി. തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ പറുദീസയിലാക്കി. തന്റെ എല്ലാ സൃഷ്ടികളുടെയും മേലുള്ള പൂർണ്ണ അധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി. ജ്ഞാനത്തിന്റെ പുസ്തകം 9:2 ഇങ്ങനെ പറയുന്നുണ്ട്, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി, സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ മനോഹരമായ ആ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു.
അങ്ങനെ ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപാവസ്ഥ. ദൈവം എന്താണ് മനുഷ്യനോട് ചെയ്യരുതെന്ന് പറഞ്ഞത്? അത് അവൻ ചെയ്തു. സാത്താന്റെ പ്രചോദനത്തിന് വഴങ്ങി. അങ്ങനെ ശത്രു മനുഷ്യനിൽ സംശയത്തിന്റെ വിത്ത് വിതച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്ത്രീയെ സാത്താൻ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. സാത്താൻ പറയുന്നു, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവതുല്യരായി ദൈവത്തെ പോലെയായിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെയും വിത്ത് വിതച്ച് ദൈവസ്നേഹത്തിൽ നിന്നും വലിച്ചു മാറ്റുന്ന സാത്താനിക തന്ത്രം. മനുഷ്യൻ സാത്താന്റെ വാക്കനുസരിച്ചു. സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് പോയി. സകലതും സമർപ്പിച്ചു. അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ടു. ദുഷ്ടചിന്തകളും ആലോചനകളും നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സാവധാനം പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്നത്. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവിക ജീവനും അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും അവന് നഷ്ടമായി. ദൈവ സാന്നിധ്യത്തിൽ അനുഭവിച്ചിരുന്ന സന്തോഷങ്ങളും ദൈവസ്നേഹവും സ്വാതന്ത്ര്യവും എല്ലാം നഷ്ടമായി. ദൈവ സാന്നിധ്യം തന്നെ ഭയമായി തീർന്നു. അറിവിന്റെ പ്രകാശത്തിൽ നിന്നും ഭയത്തിന്റെ ഇരുട്ടിലേക്ക് ഓടിയൊളിച്ച മനുഷ്യൻ വൃക്ഷത്തിന്റെ മറവിൽ അഭയം തേടുന്നു. ദൈവത്തോട് ഒന്നിച്ചായിരുന്ന മനുഷ്യൻ സാത്താന്റെ വാക്കനുസരിച്ചപ്പോൾ ഭയത്താലും ലജ്ജയാലും ഓടിയൊളിക്കുന്നു. ഏശയ്യ 59:2 ഇങ്ങനെ പറയുന്നു, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. ദൈവം എത്ര സ്നേഹിച്ചാലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നിന്റെ പാപത്തിന്റെ കാർമേഘം നിന്നെ മൂടിയിരിക്കുന്നു. നിന്റെ മുഖം ദർശിക്കാനാവാത്ത വിധം അത് നിന്നെ മറച്ചിരിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ ദൗത്യം ലോകത്തിലെ സകല ജീവജാലങ്ങളെയും നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നുള്ളതായിരുന്നു. അവർക്ക് അനുസരിക്കാനുള്ള കൽപ്പന ഒന്ന് മാത്രമായിരുന്നു, തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണത്തിലൂടെ എല്ലാം നോക്കി സംരക്ഷിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നു ആദ്യ മാതാപിതാക്കൾ. സൃഷ്ടാവിന്റെ സ്നേഹ സംരക്ഷണത്തിൽ ആയിരുന്നു കൊണ്ട് സ്വസ്ഥവും സന്തോഷകരവുമായ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവർ. രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുന്നു, ദൈവത്തിന്റെയും പിശാചിന്റെയും. ദൈവത്തിന്റെ വാക്കുകളായിരുന്നു വിശ്വസിക്കുക, അനുസരിക്കുക, അവ നിത്യജീവനിലേക്ക് നയിക്കും. എന്നാൽ പിശാചിന്റെ വാക്കുകൾ തിന്മയുടെ അടിമത്തത്തിലേക്ക്, മരണത്തിലേക്ക് നയിക്കുന്നവയാണ്. നിയമാവർത്തനം 30:15 പറയുന്നു, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവന് നൽകിയ സ്വാതന്ത്ര്യമാണ്. എല്ലാം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഭയത്തോടെയുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പ്രത്യുത പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള സ്നേഹമാണ്. സാത്താന്റെ വാക്കുകൾ അനുസരിച്ച് മനുഷ്യൻ തിന്മയും മരണവും തിരഞ്ഞെടുത്തു. അടിമത്തം എന്താണെന്ന് 2 പത്രോസ് 2:19 പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടു. റോമ 6:16 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അനുസരണയുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. റോമ 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
ആദി മാതാപിതാക്കളുടെ തിന്മ മൂലം അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞ മുഴുവൻ മനുഷ്യവംശവും പാപാവസ്ഥയിലാണ് ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുവൻ പോലും നല്ലവനായി ഇല്ല എന്ന് സങ്കീർത്തൻ കരഞ്ഞുകൊണ്ട് പറയുന്നത്. സങ്കീർത്തനം 50:51. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അവബോധത്തോടെയുള്ള ഒരു വിലാപമാണിത്. നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വന്തം ശരീരത്തിനോടും മനസ്സിനോടും യുദ്ധം ചെയ്യുന്ന ഒരാത്മാവിന്റെ വിലാപം. നമ്മുടെ മേലുള്ള ദുഷ്ടന്റെ സ്വാധീനത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മാർത്ഥമായ വിലാപം. 1 യോഹന്നാൻ 5:19 യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. നമ്മൾ മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലായതുകൊണ്ടും നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് കൊണ്ടും നമുക്കും ഈ ദുഷ്ടശക്തി വലയത്തിന്റെ സ്വാധീനം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നാം വീണു പോകാറുണ്ട്. നമ്മുടെ ദുർഭഗാവസ്ഥയാണിത്. റോമ 6:22. പാപത്തിന്റെ വേതനം മരണമാണ്. സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടു പോയതോടെ മരണ സംസ്കാരത്തിന് അടിമപ്പെട്ടു പോയി. ബന്ധങ്ങൾ തകരുന്നു. സ്ത്രീയെ സൃഷ്ടിച്ച് പുരുഷന് മുമ്പിൽ നിർത്തിയപ്പോൾ ഉള്ള പുരുഷന്റെ പ്രതികരണമാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. പക്ഷേ ഒത്തിരി ആവേശത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച ജീവിത പങ്കാളിയെ തള്ളിപ്പറയുന്ന വികാര വൈകല്യമാണ് അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ എന്ന പ്രതികരണത്തിൽ കാണുന്നത്. തിന്മകളിൽ പങ്കാളികളാകുന്നതോടെ പരസ്പര ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നു. ഹൃദയത്തിലെ പൊരുത്തക്കേടുകൾ പരസ്പര പൊരുത്തക്കേടുകളാകുന്നു. ഹൃദയവികാരങ്ങൾ കലുഷിതമാകുമ്പോൾ അത് എല്ലാ ബന്ധങ്ങളും തകർക്കുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. ബന്ധങ്ങൾ തകരുന്നു. ദൈവവുമായുള്ള ബന്ധം തകരുന്നു. സ്നേഹം നഷ്ടപ്പെടുന്നു. ഭയം വളരുന്നു. വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം എല്ലാം ഉണ്ടാകുന്നു. നമ്മോട് തന്നെയുള്ള ബന്ധം വികലമാകുന്നു. ഉൾവലിയുന്നവരും ഭയം, ലജ്ജ എന്നിവയ്ക്ക് അടിമപ്പെട്ടവരും ആകുന്നു. പരസ്പര ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു. പഴി പറയുന്നവരും കുറ്റം വിധിക്കുന്നവരും സ്വയം ന്യായീകരിക്കുന്നവരുമാകുന്നു. സംരക്ഷിക്കേണ്ട സൃഷ്ടി പ്രപഞ്ചത്തോട് തന്നെ ശത്രുതയിൽ ആകുന്നു. ബന്ധങ്ങളിലുള്ള തകർച്ച വലിയ അടിമത്തത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. ക്രിയാത്മകമായി ചിലവഴിക്കേണ്ട നമ്മുടെ സമയം ആരെങ്കിലും കവരുന്നുണ്ടെങ്കിൽ നാം അവരുടെ അടിമകൾ ആകുന്നു എന്ന് തിരിച്ചറിയണം. അടിമത്തം ചിലരോടൊക്കെയുള്ള പകയും വിദ്വേഷവുമാകാം. ചിലരോടൊക്കെയുള്ള അധിക സ്നേഹവും താല്പര്യവുമാകാം. എന്തുതന്നെയായാലും വൈകാരിക അടിമത്തം പാപത്തിന്റെ അടിമത്തമാണെന്ന് മനസ്സിലാക്കുക. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ചൂട് കൂടിയാൽ പ്രശ്നം, തണുപ്പ് കൂടിയാൽ പ്രശ്നം, മഴ കുറഞ്ഞാൽ പ്രശ്നം, കൂടിയാൽ പ്രശ്നം. പ്രപഞ്ചത്തോട് പോലും ഗുസ്തി പിടിക്കുന്ന മനസ്സിന്റെ അടിമത്തത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സങ്കീർത്തനം 42:1 നാം വായിക്കുന്നു: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു: ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. തകർന്ന മനുഷ്യൻ പ്രത്യാശ നഷ്ടപ്പെട്ടവനായി വീട്ടാനാകാത്ത കടത്തിൽ നിബന്ധിച്ചു പാപത്തിന്റെ അടിമത്വത്തിലായി. റോമ 7:15. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പാപാവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യ സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. നന്മ ചെയ്യാൻ കഴിയാത്ത വിധം തിന്മയിലേക്ക് ഹൃദയം ചാഞ്ഞുപോയിരിക്കുന്നു. തികച്ചും പരിതാപകരമായ അവസ്ഥ. ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? മാവായതുകൊണ്ടാണോ മാങ്ങയുണ്ടാകുന്നത്? അതോ മാങ്ങയുള്ളത് കൊണ്ടാണോ മാവായത്? നമുക്കറിയാം, മാവിൽ മാങ്ങ ഉണ്ടായാലും ഇല്ലെങ്കിലും മാവ് തന്നെ. അതുപോലെയാണ് നമ്മൾ. സ്വഭാവത്താൽ തന്നെ നമ്മൾ പാപികളാണ്. അവസരം വരുമ്പോൾ നമ്മിൽ നിന്നും തിന്മയുടെ ഫലങ്ങൾ പുറപ്പെട്ടേക്കാം. റോമ 7:19
20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നു എങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തിന്റെ മേഖലകൾ നമ്മെ വല്ലാതെ തളർത്തുന്നു. നമ്മൾ ആഗ്രഹിക്കാത്ത സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ അത് പുറത്തേക്ക് വരികയും നമ്മളെ വികലമാക്കുകയും ചെയ്യുന്നു. ലോസ് ദ കൺട്രോൾ ഓവർ എവ്രിതിങ്, ലോസ് ദ കൺട്രോൾ ഓൺ സെൽഫ്. എല്ലാത്തിൻ്റെയും മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു. നമ്മുടെ മേലുള്ള നിയന്ത്രണം തന്നെ നഷ്ടപ്പെട്ടു. അതായത് നമ്മെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വീണു പോകുന്നു. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? സ്വയം രക്ഷിക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ ആരെങ്കിലും പുറമേ നിന്നും വന്നാലേ കഴിയൂ. ഈ ആഴ്ചയിൽ മുഴുവൻ നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പാപാവസ്ഥയുടെ മുള്ളുകൾക്കിടയിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദുർഭകാവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൃശ്യ അവതരണത്തിലൂടെ വചനമുത്തുകൾ കോർത്തിണക്കി പാപാവസ്ഥയെക്കുറിച്ച് സ്ലൈഡ് പ്രസന്റേഷൻ നമുക്കായി നടത്തിയ ശ്രീമതി നാൻസി ബോബന് സ്നേഹപൂർവ്വം നന്ദി. മിസിയോ അനൗൺസ്മെന്റ്. സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ എല്ലാവരും പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുക. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 36 ക്ലാസ്സുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് മെയ് 11 മുതൽ 16 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 97 46 91 72 73 എന്ന നമ്പറിലോ 70 12 57 45 57 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. മെയ് മാസം 12 മുതൽ 16 വരെ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് തോമസിൽ വെച്ച് മിസിയോ ടീമിന്റെ നേതൃത്വത്തിൽ വചന പ്രഘോഷകർക്ക് വേണ്ടി മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. രജിസ്റ്റർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. 94 96 03 87 00. മെയ് മാസം 4 മുതൽ 9 വരെ ജഗദൽപൂർ പാസ്റ്റർ സെന്ററിൽ വെച്ച് ഹിന്ദിയിൽ മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തുന്നുണ്ട്. ഏവരും പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. മെയ് മാസം 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് ഇംഗ്ലീഷിൽ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 90 61 95 42 30 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെന്റേഴ്സിനെ അറിയിക്കുക. നിങ്ങളുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കോ മധ്യാധ്യാപകർക്കോ ഒക്കെയായി മിസിയോ ഫുൾ കോഴ്സ് വികാരി അച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്ക് അത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷനാണെന്ന ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ ശ്രമിക്കുമല്ലോ. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. വൈൻഡപ്പ് സെഷൻ നമുക്കായി നടത്തുന്നതിനായി ഡോക്ടർ AJ അഗസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ച
നാം ദൈവസ്നേഹത്തിന്റെ വിവിധ തലങ്ങളെ പറ്റി, അതിൻ്റെ ആഴത്തെ പറ്റി, അത് പരപ്പിനെ പറ്റി അന്വേഷിക്കുകയായിരുന്നു, കണ്ടെത്തുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെയും വേർഡ് ഓഫ് ദ ഡേയിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നുപോയത് ഈ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്കാണ്. നാം കഴിഞ്ഞ ആഴ്ച കേട്ടത് ദൈവം നമ്മെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ യാതൊരു വ്യവസ്ഥകളും കൂടാതെ തൻ്റെ സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നുവെന്നും നാം എല്ലാവരും ആ സ്നേഹം അനുഭവിക്കണമെന്നും പങ്കുവയ്ക്കണമെന്നുമായിരുന്നു. ഇന്ന് നാം ജോൺ ചേട്ടനിലൂടെയും സെൽഡയുടെ സാക്ഷ്യാവതരണത്തിലൂടെയും അവസാനം നാൻസിയുടെ സൈഡ് പ്രസന്റേഷനിലൂടെ ഒക്കെ കേട്ടത് പാപ അവസ്ഥയെ പറ്റിയാണ്. പാപം എന്താണെന്ന് നാമൊക്കെ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വേദപാഠ ക്ലാസ്സുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു കൽപ്പനയുടെ ലംഘനമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പാപ അവസ്ഥ എന്നാണ് എല്ലാവരും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചതും നാം മനസ്സിലാക്കിയതും. അപ്പോൾ അത് തീർച്ചയായിട്ടും പാപം എന്നുള്ള നമ്മുടെ ആ കാഴ്ചപ്പാടല്ല. കാരണം സങ്കീർത്തകൻ വിലപിക്കുകയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പാപിയായിരുന്നു. അത് നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. കാരണം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞാൻ എന്ത് പ്രമാണത്തെയാണ്, കൽപ്പനയാണ് ഞാൻ ലംഘിച്ചത്. അപ്പോഴാണ് പാപ അവസ്ഥ എന്തെന്നുള്ളത് ഇന്ന് ജോൺ തോമസ് ചേട്ടനിലൂടെയും നാൻസിലിയുടെയും ഒക്കെ നാം മനസ്സിലാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് മനുഷ്യനും ദൈവവുമായി ഒരു ദൈവ കുടുംബമായി ദൈവസ്നേഹത്തില് ഒരുമിച്ച് കഴിയുക എന്നുള്ളതായിരുന്നു. മനുഷ്യൻ, ആദ്യ മാതാപിതാക്കള് ആ പാപം ചെയ്തപ്പോൾ നടുവിലത്തെ വൃക്ഷത്തിലെ പഴം തിന്നരുതെന്നുള്ള കൽപ്പന ലംഘിച്ചപ്പോഴ് അവര് പാപികളായെങ്കിൽ ആ പാപത്തില്, ആ പാപ അവസ്ഥയില് നാമും പങ്കാളികളാകുകയാണ്. ജോൺ തോമസ് ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച എൻ്റെ അപ്പാപ്പനില് ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആ പാപം, അത് ഇന്ന് പാപാവസ്ഥയായിട്ട് എന്നിലും ഇനിയുള്ള തലമുറയിലും നിരന്തരമായിട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഒരു ദൈവ കുടുംബത്തെ ഇവിടെ ഈ ഭൂമിയിലാക്കുക, ദൈവവും മനുഷ്യനും ചേർന്ന്. നമുക്ക് ഇങ്ങനെയൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കാണാം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മാത്രം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും ഏതെങ്കിലും വേറൊരു ജീവിയെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അതുപോലെ ദൈവം മനുഷ്യന് മാത്രമാണ് അവൻ താമസിക്കാനായിട്ട് പറുദീസ നിർമ്മിച്ചു നൽകുന്നത്. മത്സ്യങ്ങള് വെള്ളത്തിലാണെന്നും ജീവിക്കുന്നതെന്നും പറവകൾ ആകാശത്തിലാണെന്നും അതുപോലെ ഈ ഭൂമിയിൽ നടക്കുന്ന ഓടുന്ന എല്ലാ ചരാചരങ്ങളും ഈ ഭൂമിയിൽ ഒരു ആവാസ വ്യവസ്ഥയിലാണെന്നും നാം അറിയുമ്പോൾ മനുഷ്യന് മാത്രം ഒരു വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് ദൈവത്തിന്റെ ഛായയിൽ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആ വലിയ സ്നേഹ പദ്ധതിയിൽ നമ്മൾ പങ്കുചേരും എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ
മനുഷ്യൻ ആ ആഗ്രഹത്തെ തകിടം മറിച്ചപ്പോഴേ അവൻ പാപാവസ്ഥയിലായി എന്ന് നാം മനസ്സിലാക്കുക. ഈ പാപാവസ്ഥയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ നീർച്ചാലില് നമുക്കത് അഭംഗുരം ഒഴുകുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തില് പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇപ്പോഴും കാടന്മാരായിട്ട്, കിരാതന്മാരായിട്ട് ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ഭൂമിയുടെ ഏതോ കോണിൽ നമുക്ക് നമ്മുടെ ചുറ്റും മാന്യന്മാരായിട്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോഴത് പകൽ മാന്യന്മാരാവാം. വേറെ ഒരു ഗ്രൂപ്പ് ആളുകളുള്ളത് ധർമ്മിഷ്ഠരായിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നാം മനസ്സിലാക്കിക്കൊള്ളുക, കിരാതനായാലും മാന്യനായാലും ധർമ്മിഷ്ഠനായാലും എല്ലാവരും പാപാവസ്ഥയിലാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് ആര് എന്നെ രക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു വിലാപമാണ് നാം പൗലോസ്ലീഹായുടെ ലേഖനത്തില് വായിക്കുന്നത്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല ചെയ്യുന്നത്, എന്നിലുള്ള പാപമാണെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, എഴുതുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്നിലുള്ള പാപ അവസ്ഥയാണെന്നാണ്. ഇപ്രകാരം ഉള്ള ഒരവസ്ഥയിലെ സങ്കീർത്തകൻ ഉന്നതത്തിലേക്ക് നോക്കി ദൈവത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്നെ ഈ അഗാധമായ ഗർത്തത്തിൽ നിന്ന് ആര് രക്ഷിക്കും? സ്നേഹമുള്ളവരെ, ഈ ഒരാഴ്ച കാലം നാം എല്ലാവരും ഒരു പാപാവസ്ഥയിലാണെന്നും ആ പാപാവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എനിക്ക് ദൈവത്തിലേക്ക് തിരിയേണ്ടതുണ്ടെന്നും ദൈവമല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ആഴ്ചയിലെ നമ്മുടെ എല്ലാ ചിന്തകളിലും വായനകളിലും പ്രാർത്ഥനകളിലും ജാഗരണത്തിലും ഉണ്ടാവട്ടെ. നാം എല്ലാവരും പാപികളാണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ വലയത്തിലാണ് എന്ന് നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെ രക്ഷിക്കുവാനല്ല, എനിക്ക് രക്ഷപ്പെടുവാനായിട്ട്, അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പാപാവസ്ഥയെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലെ ഷെയറിങ്ങുകളിലും നമ്മുടെ പാർട്ട്നേഴ്സിനെ പറ്റിയുള്ള പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ വേർഡ് ഓഫ് ദ ഡേയിലൂടെയൊക്കെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയെ തകിടം മറിച്ച് ആദ്യ മാതാപിതാക്കൾ ചെയ്ത പാപം കൊണ്ട് ഞാനൊരു പാപാവസ്ഥയിലാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. പാപാവസ്ഥയെക്കുറിച്ച് ആഴമായ ബോധ്യം തരുന്ന നല്ലൊരു വൈൻഡ് അപ്പ് സെഷൻ നമുക്കായി നടത്തിയ ഡോക്ടർ AG അഗസ്റ്റിൻ അവരോടുള്ള നന്ദി ഈ നിമിഷം അറിയിക്കട്ടെ. അനുഗ്രഹാശിസുകളോടെ ഇന്നത്തെ ഈ സെഷൻ പൂർത്തിയാക്കുന്നതിനായി സമാപന ആശീർവാദവും സന്ദേശവും നൽകുന്നതിനായി റവറൻഡ് ഫാദർ തോമസ് മേൽവട്ടത്തെ സ്നേഹാദരവുകളോടെ ക്ഷണിച്ചു കൊള്ളുന്നു. സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട നമ്മള് സെക്ഷൻ ആരംഭിക്കുമ്പോൾ സംഭാവനത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മുത്തതിനായ ഈശോയുടെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഉത്തതിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വരപ്രസാദ അവസ്ഥയിലായിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടത്. പാവത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ, പാവാവസ്ഥയെപ്പറ്റി നമ്മൾ പറയുമ്പോഴും ഈശോയുടെ കരുണാദ്രമായ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ പാവത്തെ വർജിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് കൃപ നൽകുന്നു. കാരണം അവിടുന്ന് പാവത്തെയും മരണത്തെയും പിശാചിനെയും ജയിച്ച വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് പാപം അവസ്ഥയിലായിട്ടുള്ള മനുഷ്യവർഗവും മനുഷ്യപ്രകൃതിയും അതിനെ വിജയിക്കാനായിട്ട് നമുക്ക് സാധിക്കുക ഈശോയുടെ കൃപയാലാണെന്നുള്ള വലിയ സത്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. പാപത്തെ ജയിച്ചവന്, പാപിയെ സ്നേഹിച്ചവന്, പാപം സ്വതന്ത്രമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ധിക്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് കടന്നു വന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിന്റെ പ്രത്യേകത
നിഷേധാത്മകമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് പ്രത്യേകം അറിയാം. മരിച്ചുപോയ ബെനഡിക്റ്റ് പാപ്പായുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ദൈവഗ്രഹണം നടന്ന ഒരു നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ തിന്മകള് ഒരു ദൈവഗ്രഹണം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം. അവിടെയും കർത്താവിന്റെ വലിയ സ്നേഹവും കരുണയും ഒക്കെ നമ്മളെ എപ്പോഴും വലിയ സ്നേഹത്തിലേക്ക്, നമുക്ക് രക്ഷകനുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഉയർപ്പ് കാലം, ഉത്ഥാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റഡി തുടങ്ങുമ്പോൾ പാവാവസ്ഥയെ പറ്റിയുള്ള ചിന്ത നമുക്കുണ്ടാകണം. നമുക്കാർക്കും സ്വയമേ പാവത്തിൽ നിന്ന് മോചിതരാകാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പാവത്തിൽ നിന്ന് മോചിതനാകാൻ നമുക്ക് ആഗ്രഹിക്കുമ്പോഴേ ദൈവത്തിന് കൃപയുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അത് ചോദിക്കുന്ന എത്രയോ അധികമായിട്ട് പരിശുദ്ധാത്മ നൽകുകയില്ല എന്ന് കർത്താവ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാവത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പം തന്നെ നമുക്കറിയാം ആ ദൈവത്തിന്റെ സ്ഥാനത്തിലേക്ക് മനുഷ്യൻ തിരിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ലോകത്തിന്റെ പാവത്തിന് പരിഹാരം ചെയ്യാനായിട്ട്, ആത്മാക്കളുടെ രക്ഷ നേടാനായിട്ടുള്ള വലിയ കടമയും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് മറന്നു പോകാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഈ പാവത്തിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ന് വളരെ സ്വതന്ത്രമായിട്ട് കർത്താവ് ശംശിയുടെ ആമയം പറഞ്ഞ് അവിടുത്തെ അനുഗമിക്കുന്ന അന്ന് വരെയും നമ്മുടെ ഉണ്ടാവും. കാരണം നമ്മള് ജഡികരായിട്ടുള്ള മനുഷ്യർ, ഒപ്പം തന്നെ ആത്മീയമായിട്ട് ജീവിക്കുന്നവർ. അപ്പൊ ഈ ജഡത്തിന്റെ പ്രലോഭനങ്ങള്, ശരീരത്തിന്റെ പ്രലോഭനങ്ങളൊക്കെ നമുക്കുണ്ട്. കാരണം ഇതൊന്നും ഉപരിയായിട്ടുള്ള വ്യക്തികളല്ലെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുക. എത്രയോ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, ജീവിത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിവിശുദ്ധരായിട്ട് ജീവിച്ച് തമ്പുരാന്റെ കൃപകൾക്ക് വർഷിച്ച അനുഗ്രഹങ്ങൾ കൊടുത്തുന്ന വ്യക്തി വരെയും ഈ ചിന്തകൾ, പാവാവസ്ഥകൾ അവരെ കൂടുതൽ വിനീതരാക്കി കർത്താവിനെ ആശ്രയിക്കാനായിട്ടാണ് അവർക്ക് ഒന്നും ഇടവന്നിട്ടുള്ളത്. അതുകൊണ്ട് പാവത്തിന്റെ സാഹചര്യങ്ങളിലും താഴ്വരയിൽ നടന്നാലും ഞാനൊട്ട് ഭയപ്പെടുകയില്ല എന്ന സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം നമുക്ക് മനസ്സിലുണ്ടാകണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ജോബിന്റെ പുസ്തകത്തിൽ പിശാച് കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ജോബിനെ പറ്റി പറയുന്നത്. അപ്പൊ തിന്മ എല്ലായിടത്തും ഓടി വരും. പക്ഷേ ആ തിന്മയ്ക്ക് നമ്മള് യേശു പറഞ്ഞാലും നമ്മൾ സ്വയമായിട്ട് ഒരു സമ്മതം കൊടുക്കാത്ത കാലം നമ്മളെ ഭരിക്കാനായിട്ട് സാധിക്കും. അതിനാണ് ദൈവത്തിന്റെ ആയുധങ്ങള് നമുക്ക് തരുന്നത്. അപ്പൊ ഈ പാവാവസ്ഥയെ ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ ആയുധങ്ങള് ധരിക്കുന്ന മിഖായേൽ മാലാഖയുടെ സംരക്ഷണം തേടുന്നവര്, നമ്മുടെ തന്നെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം തരുന്നത്, ഉദാശകളെ ശക്തിപ്പെടുന്നവര്, ശുർവാനയില് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ ഈ നിർജീവ അവസ്ഥയെ മാറ്റിയിട്ട് വെളിപാട് വസ്തു പറയുന്നത് പോലെ സന്തോഷത മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാവാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത ആത്മനിയന്ത്രണമില്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പത്തിൽ നീട്ടുന്നില്ല, കാരണം നിങ്ങളെല്ലാം പല സ്ഥലത്തു നിന്നുള്ളവർ കേട്ടിട്ടുള്ള അവസരമാണ്. ആത്മനിയന്ത്രണമില്ലായ്മയെ പറ്റിയിട്ട് വിശുദ്ധ ബേസിൽ പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് പറയുക? സജീവമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് ആത്മനിയന്ത്രണമില്ലായ്മ. നമുക്കങ്ങനെ തോന്നാറുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ മനസ്സിലും നമ്മളൊരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നങ്ങ് പറഞ്ഞേക്കാം, ചാടി അങ്ങ് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചന ഇല്ലാണ്ട് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇതൊക്കെ ആത്മനിയന്ത്രണമില്ലായ്മയുടെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പം സജീവമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് ഈ ആത്മനിയന്ത്രണമില്ലായ്മ എന്ന് പറയുക. വിശുദ്ധ ബെർണാർഡ് ഇതിനെപ്പറ്റി പറയുന്നത് പാവങ്ങളിലെ ഏറ്റവും ഹീനകരമായിട്ടുള്ള പാവമാണ് ആത്മനിയന്ത്രണമില്ലായ്മ എന്ന് പറയുക. അതുപോലെ ബെനവെഞ്ചര് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അശുദ്ധ അവസ്ഥ നന്മകളുടെ എല്ലാ ബീജങ്ങളെയും നശിപ്പിക്കുന്ന നന്മയുടെ എല്ലാ ബീജങ്ങളെയും നശിപ്പിക്കുന്നതാണ് ഈ അശുദ്ധ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാവാവസ്ഥ എന്ന് പറയുക. വിശുദ്ധ ബെനവെഞ്ചർ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ആത്മീയ പിതാക്കന്മാർ പറയും, മറ്റ് തിന്മകളിൽ പിശാച് ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നു, ഇതില് വല വെച്ച് മീൻ പിടിക്കുന്നവരെ. ചൂണ്ടയാണ് മറ്റൊന്ന്, ഇത് വല വെച്ചാൽ പിടിക്കുക. അത്ര വിശാലമായിട്ട് പോകുന്നുള്ളൂ ആത്മനിയന്ത്രണമില്ലായ്മ. അതുകൊണ്ട് ഏറെ ആത്മാക്കളെ നരകത്തിലെത്തിക്കാനായിട്ട് ഈ ആത്മനിയന്ത്രണമില്ലായ്മ നമുക്ക് കാരണമാകുന്നു എന്നുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഈ പാവാവസ്ഥയെപ്പറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഒരു തിന്മയെങ്കിലും ഒരു ഗുണമെങ്കിലും ആത്മനിയന്ത്രണത്തിന്റെ ഒരു വ്യക്തികളായിട്ട് മാറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ബാച്ചിലെ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ തമ്പുരാനിലെ ചേർന്ന് ഒട്ടി നിൽക്കാനായിട്ട്, എന്നോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ചേർന്നിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുക, പാവത്തെ അതിജീവിക്കാനായിട്ട്, നമ്മുടെ തന്നെ ജീവിതത്തിന്റെ പാവാവസ്ഥയെ ഏറ്റുപറയാനായിട്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുംഭസാരത്തിലൂടെ ഈശോയുടെ സജീവ സാക്ഷികളായിട്ട് അവിടുത്തെ വരപ്രസാദത്തിന്റെ പരിമളം വരുത്തുന്ന
വ്യക്തികളായിട്ട് മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശ്വര പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേട്ടനെ അലിസ്റ്റൂട്ട് ചേച്ചി എല്ലാവരെയും ഇതിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാനും കേൾക്കാനായിട്ട് അവസരം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശ്വരാശീർവാദത്തിനായിട്ട് തലവനിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരോടും നമ്മുടെ ഈ സെക്ഷന്റെ അംഗങ്ങളോടും ഇത് കേൾക്കുന്നവരോടും ഇത് ക്ലാസ് കേൾക്കുന്നവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ കൃപാവർഷം ചൊരിയുന്ന സന്ദേശത്താൽ നമ്മെ ധന്യരാക്കുകയും കുരിശടയാളത്താൽ നമ്മെ ആശീർവദിക്കുകയും ചെയ്ത തോമസിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. മിസിയോ ഓൺലൈൻ കോഴ്സിന്റെ 20th ബാച്ച് 3rd സെഷൻ സമാപന ഗാനത്തോടുകൂടെ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഈ സെഷനിൽ സന്നിഹിതരായിരിക്കുന്ന ഏവരോടുമുള്ള നന്ദി ഈ നിമിഷം അറിയിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. സമാപന ഗാനം ആലപിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.